മാഡം ഇത്തരത്തിൽ കുട്ടികളുമായി നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ്. ആ പ്രായത്തിലെത്തുന്ന ഈ അഡോളസൻസ് അല്ലെങ്കിൽ ടീനേജിലെത്തുന്ന കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പൊതുവിൽ പറയാറുള്ള ചില ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ ചില ഒബ്സർവേഷൻസ് എല്ലാം എന്താണ്? അവർ പറയും, ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഞാൻ പറയുന്നതിനെല്ലാം ഒരു നോ പറയുന്നു എന്നിങ്ങനെ മക്കൾ വന്ന് പറയാറുണ്ട്. ഈ ടീനേജ് എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് അവർക്ക് കുഞ്ഞിലെ അവർ അനുകരിച്ചിരുന്ന അവരെ ഏറ്റവും ഇഷ്ടമുള്ളവരായിരുന്നു അത് അച്ഛനും അമ്മയായിരുന്നു. കൗമാരം വരുമ്പോൾ അവർ സിനിമാക്കാരെയും അങ്ങനെയുള്ളവരെ അനുകരിക്കാനാണ് കൂടുതൽ താല്പര്യം. മാത്രമല്ല അവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്, വികാരങ്ങളുടെ വേലിയേറ്റങ്ങളാണ്. ഒരു ക്രിസ്റ്റൽ പാത്രമായിട്ട് നമ്മൾ മക്കളെ ഉപമിക്കും കൗമാരപ്രായത്തിൽ. പക്ഷേ നമ്മൾ അവരെ ക്രിസ്റ്റൽ പാത്രങ്ങളായിട്ടല്ല വളർത്തേണ്ടത്, റബ്ബർ പന്ത് പോലെയാണ്. അതായത് തകർന്നടിയേണ്ടതല്ല. ഒരു വീഴ്ച വരുമ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിഞ്ഞ് പൊങ്ങി വരണം. അപ്പോൾ അങ്ങനെ വളർത്തേണ്ടി വരുമ്പോൾ അപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് മക്കൾ പറയാറുണ്ട്. അപ്പോൾ കൗമാരക്കാരാവുമ്പോൾ അച്ഛനും അമ്മയും നേരെ സ്കൂളിൽ വിടുന്നു, അത് കഴിഞ്ഞ് ട്യൂഷന് കൊണ്ടുവിടുന്നു. നല്ലതുപോലെ സംസാരിക്കാൻ തന്നെ അവർക്ക് സമയം കിട്ടുന്നില്ല. നല്ലതുപോലെ ഉള്ളു തുറന്ന് സംസാരിച്ചാൽ ഇപ്പോൾ ഈ പേരൻറ്റും ഇപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ലെന്ന് പറഞ്ഞിരുന്നാൽ പണ്ടത്തെ അമ്മമാരെല്ലാം നമ്മളുടെ മുഖമാണല്ലോ മനസ്സിൻ്റെ കണ്ണാടി ഇല്ലേ, എന്ത് വാടിയിരിക്കുന്നു, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും സ്കൂളിൻ്റെ പഠന വിഷയങ്ങളല്ലാതെ അച്ഛനും അമ്മയും അല്ലാത്ത കാര്യത്തിലും സംസാരിക്കണം. പിന്നെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഞാൻ ഡയറി എഴുതാൻ പറയും, സ്കൂളിൽ ഡെയിലി ഡയറി എഴുതിപ്പിക്കും. അതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ടീച്ചറിന് ഈ ഡെയിലി ഡയറി വായിക്കുമ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സർഗാത്മകത വളരും. അതായത് പഠിച്ചത് മാത്രം പഠിപ്പിക്കുന്നതല്ലല്ലോ വിദ്യാഭ്യാസം. അതായത് സർഗാത്മകത വളർത്താൻ വേണ്ടി നല്ലതുപോലെ എഴുതും. അപ്പോൾ ഈ പേരൻസ് നമുക്ക് കുഞ്ഞിനെ കൂടുതൽ അറിയാനും പറ്റും ഈ ഡെയിലി ഡയറി വഴി. അതുപോലെ നമ്മൾ പറയും, വളരെ കൂടുതൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു എഴുത്തെഴുതുക കുഞ്ഞേ, കാരണം എനിക്കിങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. കാരണം എഴുത്തെഴുതാൻ പറയുന്നത് അതൊരു അരോചകമായി തോന്നരുത്. കാരണം കുഞ്ഞ് ചിലപ്പോൾ പറയുമ്പോൾ തന്നെ അമ്മമാർ തിരിച്ചല്ലെങ്കിൽ അച്ഛനമ്മമാർ പ്രതികരണം വേറെ ആയിരിക്കും, വഴക്ക് പറയും. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസം വരുന്നു. പിന്നെ മക്കൾ വന്ന് പറയുമ്പോൾ നമ്മൾ പേരൻറ്റിൻ്റെ അടുത്ത് വന്ന് പറയും, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഇന്ന സബ്ജക്റ്റിലോട്ട് പഠിക്കാനാണ് താല്പര്യം, പക്ഷേ എനിക്ക് അതിലോട്ട് ഒരു താല്പര്യവും ഇല്ല എന്ന് മക്കൾ വന്ന് പറയും. അപ്പോൾ എങ്ങനെയെങ്കിലും അച്ഛനെ കാണുമ്പോൾ ഒന്ന് അവതരിപ്പിക്കണം, എനിക്കിതല്ല താല്പര്യം. അപ്പോൾ പക്ഷേ അതനുസരിച്ച് ഇപ്പോൾ മക്കൾക്ക് ക്രിക്കറ്റുകാരനാവാനാണ് താല്പര്യം. അപ്പോൾ നമ്മൾ പ്രായോഗികതയും മനസ്സിലാക്കി കൊടുക്കും. കാരണം നമ്മളുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കതായിരിക്കും താല്പര്യം. പക്ഷേ ഇപ്പോഴൊന്നും വിദ്യാഭ്യാസം ഒരു പ്രാഥമിക ഘടകമാണ്. മക്കൾക്ക് ഇപ്പോഴും തോന്നും സച്ചിനാവണം, വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് താല്പര്യക്കുറവ് കാണും എന്ന് പറഞ്ഞ് അതൊരു സാഹചര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയും. പുറത്തോട് ഒളിഞ്ഞോടുകയല്ല നമ്മൾ വേണ്ടത്, ഇതും വേണം അതും വേണം. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, ഇപ്പോൾ നമ്മളതും പറഞ്ഞു കൊടുക്കും. അച്ഛനും അമ്മയും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പേഴ്സണാലിറ്റിയിൽ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നു. അവർ നേരത്തെ പിടിച്ച് കെട്ടിച്ചിട്ട് ഈ കുട്ടികളോട് കരയുമ്പോൾ കുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറും, അടി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അവർ തന്നെ ഇരുന്ന് കരയും. അത് കഴിഞ്ഞിട്ട് വലുതായി കഴിഞ്ഞ് ഇപ്പം തിരിച്ചു പറയും, എനിക്ക് എൻ്റെ മക്കളെയൊക്കെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അന്നേരം അതിനുള്ള മെച്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പിന്നെ സങ്കടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതെല്ലാം എനിക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞത് എനിക്ക് മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല, അതായിരുന്നു അമ്മ. അങ്ങനെയുള്ള അമ്മമാരാണ് ഇപ്പം കുറവുള്ളത്. കുറവെന്ന് പറഞ്ഞാൽ അവരെയും പറഞ്ഞ കാര്യമില്ല. കാരണം ഇത്രയധികം പ്രായോഗികമായ ജീവിതത്തിലേക്ക് എടുത്തു ചാടി അവർക്ക് ഓഫീസിൽ പോകണം, തിരിച്ച് വന്ന് ക്ഷീണമായിരിക്കും, ചിലപ്പോൾ സെർവൻസ് കാണത്തില്ലായിരിക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കാൻ അവരെ കൊണ്ട് വാസ്തവത്തിൽ വളരെ പ്രശ്നമുള്ള കാര്യമാണ്, പ്രയാസമാണ്. പക്ഷേ എന്നാലും അടുത്തൊരു തലമുറ അത് വേണം, എൻ്റെ കുട്ടികൾ നന്നാവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടോ പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ ഒരിക്കലും മനസ്സിന് വ്യത്യാസം അവരെ പുരോഗമിപ്പിക്കാനും അവരെ പരിണമിപ്പിക്കാനും വാസ്തവത്തിൽ ഈ മണി കൊണ്ടോ ഒന്നും സാധ്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സ്നേഹരാഹിത്യമാണ് വാസ്തവത്തിൽ ദാരിദ്ര്യത്തെക്കാളും വലുതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ആ സ്നേഹരാഹിത്യം കൊണ്ടാണ് കുട്ടികൾ ഒരുപാട് പേര് ഒളിച്ചോടുന്നത്. എല്ലാ സന്ധ്യയ്ക്കും പറവകൾ വന്ന് കൂടണയുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ വീട് അഭയസ്ഥാനം അല്ലാതായി പോകുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.